ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിനെ തുടർന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നം നേരിടുന്ന ഹർഷിനെ 21 അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കും. ശസ്ത്രക്രിയയ്ക്കും നിയമ നടപടികൾക്കും പണം കെട്ടാനുള്ള ജനകീയ ഫണ്ട് സമാഹരണത്തിന് തുടക്കമായി. ഹർഷിനിയുടെ ജീവൻ വെച്ചാണ് CPM രാഷ്ട്രീയം കളിക്കുന്നതെന്ന് ആരോപണം. ഹർഷിനിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സ്ഥലത്ത് ഇപ്പോൾ പഴുപ്പുണ്ട്. അത് നീക്കുന്നതിനായാണ് 21 സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തുന്നത്. 6 വർഷം മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിനെ തുടർന്ന് നിരന്തരം തുടർ ചികിത്സ വേണ്ടിവന്നു ഹർഷിനിക്ക്. അതിനായി ചെലവായത് ലക്ഷങ്ങളാണ്. കടം വാങ്ങിയും സ്വർണം വിറ്റുമെല്ലാമാണ് പലപ്പോഴും അവർ തുക കണ്ടെത്തിയത്. എന്നാൽ ഇപ്പോൾ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക ഹർഷിനിക്ക് കടം വാങ്ങാവുന്ന പരിധിക്കും അപ്പുറത്താണ്. സർക്കാർ സഹായിക്കുമെന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ. ശസ്ത്രക്രിയ തീയതി അടുക്കുകയും സർക്കാർ സഹായിക്കില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തതോടെ ഹർഷിന സമരസമിതി ചികിത്സയ്ക്കും നിയമസഹായത്തിനുമുള്ള ജനകീയ ധനസമാഹരണത്തിന് ഇറങ്ങുകയായിരുന്നു. ഇപ്പോൾ നേരത്തെ ശസ്ത്രക്രിയ നടത്തിയ ഭാഗത്ത് വീങ്ങിത്തടുത്ത് അവർക്ക് ആകെ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ 21 തീയതി വീണ്ടും അവർക്ക് ശസ്ത്രക്രിയ നടത്തുകയാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച്. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് തുടർന്ന് അങ്ങോട്ടും ചികിത്സ ആവശ്യമായി വരും. ഇവരുടെ ജീവിതം മുഴുവൻ ഇതുകൊണ്ട് അവർക്ക് ചികിത്സ വേണ്ടി വരും. അപ്പോൾ എത്ര തുകയാണ് അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഇനി അങ്ങോട്ട് വരിക എന്ന് പോലും കണക്കാക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരുകയാണ്. അതിനവരെ സഹായിക്കേണ്ടതുണ്ട്. 6.5 വർഷക്കാലം കൊണ്ട് അവർ സാമ്പത്തികമായിട്ട് തകർന്നു. ആ കുടുംബം തകർന്ന ഒരു സാഹചര്യമാണുള്ളത്. MK രാഘവൻ MP-യാണ് ധനസമാഹരണം ഉദ്ഘാടനം ചെയ്തത്. ഹർഷിനയുടെ ജീവൻ വെച്ച് സർക്കാർ പന്താടരുതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ഗവൺമെന്റ് എടുക്കേണ്ട തീരുമാനമാണ്. മന്ത്രി തന്നെ സമരപന്തലിൽ പോയി ഹർഷിനെ കണ്ട് ആശ്വസിപ്പിച്ചതാണ്. ആ മന്ത്രി പറഞ്ഞു, ഞങ്ങൾ റിപ്പോർട്ട് കിട്ടിയ ഉടനെ നടപടി സ്വീകരിക്കുമെന്ന്. എന്നാൽ ഇവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ ഒരു നടപടിയും ഉണ്ടായില്ല. അതിനെ ഒരു യോഗത്തിൽ വെച്ച് പാർട്ടി സെക്രട്ടറിയാണ് പറയുന്നത് 5 ലക്ഷത്തിലപ്പുറം ഒരു കാശ് തരില്ല, പിന്നെ നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയാണോ തീരുമാനിക്കേണ്ടത്? ഭരണകക്ഷിയാണോ തീരുമാനിക്കേണ്ടത്? ഗവൺമെന്റ് അല്ലേ? അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നത്, ആരോഗ്യമന്ത്രി അടിയന്തരമായി ഇടപെടണം. ഒരു മാനുഷിക പരിഗണന ഹർഷിനക്ക് നൽകണം. ചികിത്സയ്ക്കുള്ള സഹായധനം സ്വരൂപിക്കുന്നതോടൊപ്പം തന്നെ കേസ് നടത്തിപ്പിനാവശ്യമായ പണവും ശേഖരിക്കുന്നുണ്ട്. അടുത്ത മാസം 15-നാണ് കേസ് കുന്നമംഗലം കോടതി പരിഗണിക്കുന്നത്. മിഠായി തെരുവിലായിരുന്നു ആദ്യത്തെ ദിവസത്തെ ധനസമാഹരണം. ഹർഷിനയ്ക്ക് ചികിത്സയ്ക്കും നിയമസഹായത്തിനുമായി ലക്ഷങ്ങളാണ് ഇനി വേണ്ടത്. സർക്കാർ നൽകുമെന്നായിരുന്നു പ്രതീക്ഷ. അത് കിട്ടാതിരുന്നതോടുകൂടിയാണ് ഇപ്പോൾ ജനകീയ ഫണ്ട് സമാഹരണവുമായി ചികിത്സാ സഹായ സമിതിക്ക് ഇറങ്ങേണ്ടി വന്നത്. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. കോടതി റിമാൻഡ് ചെയ്തതിനു ശേഷം ജയിലിൽ എത്തിക്കാൻ മണിക്കൂറുകൾ വൈകിയതായി പൊതുപ്രവർത്തകന്റെ പരാതി. കോടതിയിൽ നിന്ന് 1.25 കിലോമീറ്റർ ദൂരം മാത്രമുള്ള സബ് ജയിലിലേക്ക് സഞ്ചരിക്കാൻ പോലീസ് എടുത്തത് 3.25 മണിക്കൂർ. സംഭവത്തിൽ പോലീസിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അറസ്റ്റിലായ പൊതുപ്രവർത്തകൻ അജിത് കൊടകര. CIക്കെതിരെ നൽകിയ കേസിൽ മജിസ്ട്രേറ്റിനെ 1ാം സാക്ഷിയാക്കിയാണ് അജിത്തിന്റെ നിർണായക നീക്കം.